ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSI നാച്ചുറൽ സയൻസ് 2022 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഏത് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പും അതിന് പ്രീവിയസ് ഇയേഴ്സ് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ പഠിക്കുന്നതെല്ലാം കറക്റ്റായിട്ടുള്ള ആ ഒരു ഓർഡറിൽ അങ്ങ് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പാർട്ടുകളുണ്ട്, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ്, 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഇംഗ്ലീഷിലാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അതേസമയം പാർട്ട് ബി നമ്മുടെ കോർ സബ്ജക്റ്റ് ആണ്, അത് മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം മലയാളത്തിലായിരിക്കും, മലയാളത്തിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോർ സബ്ജക്റ്റ് ആണ്. അറിയാലോ, ബോട്ടണി സുവോളജി പേപ്പറും വരും, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും മാർക്ക്. അതുപോലെ 2 സബ്ജക്റ്റിനും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈറസ് അണുബാധയോടനുബന്ധിച്ച് സസ്തനികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റി വൈറൽ ഘടകങ്ങളാണ് വിറിയോൺ, ഇൻ്റർഫെറോൺ, ആൻറ്റിവൈറിൻ, ആൻറ്റിജൻ. ഇതിനകത്ത് നമ്മുടെ ബോഡിയിൽ ഒരു വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ വൈറസ് ഇൻഫെക്ഷന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്താ പ്രൊഡ്യൂസ് ചെയ്യും? ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ഏതാണ് ആ പ്രോട്ടീൻ എന്നാണ് ക്വസ്റ്റ്യൻ. ആ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻ്റർഫെറോൺസ് ആണ്. ഓപ്ഷൻ ബി ഇൻ്റർഫെറോൺസ്. അപ്പോൾ ഓർത്തിരുന്നോളൂ, ഒരു വൈറസ് ഇൻഫെക്ഷൻ്റെ സമയത്ത് നമ്മുടെ ബോഡിയിൽ ആ വൈറസ് ഇൻഫെക്ഷന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്നത്. ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സൈറ്റോകൈൻ ബാരിയർ ആണ്. നമ്മുടെ ബോഡിയിൽ 2 തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും ഉണ്ട്, അക്വേർഡ് ഇമ്മ്യൂണിറ്റിയും ഉണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞിൽ ഉണ്ടായിരിക്കുന്ന ഇമ്മ്യൂണിറ്റി പവറിനെയാണ് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. ആ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള 4 ബാരിയേഴ്സിൽ ഒരു ബാരിയേഴ്സാണ് സൈറ്റോകൈൻ ബാരിയർ എന്ന് പറയുന്നത്. ഈ ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഒരു സൈറ്റോകൈൻ ബാരിയറിന് എക്സാമ്പിളാണ്. 4 ബാരിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഏതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒന്ന് ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ, ദെൻ സൈറ്റോളജിക്കൽ അല്ലെങ്കിൽ സൈറ്റോകൈൻ ബാരിയർ. ആ സൈറ്റോകൈൻ ബാരിയറിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഒരു സൈറ്റോകൈൻ ബാരിയറിന് എക്സാമ്പിളാണ് ഏതെന്ന് പറയുന്നത് ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ കണ്ടോ, വിറിയോൺസ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് സാധാരണ വൈറസ് എന്ന് പറയുന്നത് ഒരു ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ അല്ല ആർക്കുള്ളത്, വൈറസ് പാർട്ടിക്കിൾസിനുള്ളത്. പക്ഷേ ഒരു കംപ്ലീറ്റ് വൈറൽ സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഒരു മൈക്രോബ്സിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് വിറിയോൺ എന്ന് പറയുന്നത്. അവിടെ വൈറൽ പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് ആയിരിക്കും. അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ജീനോം ഉണ്ടാവും, ഒരിക്കലും RNA ആവാം അല്ലെങ്കിൽ DNA ആവാം. പിന്നെ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ക്യാപ്സിഡ് പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ കവറിങ് ഉണ്ടാവും. ആ പ്രോട്ടീൻ കവറിങ്ങിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക, ക്യാപ്സിഡ് എന്ന് വിളിക്കാം കേട്ടോ, ക്യാപ്സിഡ്. അങ്ങനെ ആ ക്യാപ്സിഡ് കവറിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പ്രോട്ടീൻ കവറിങ്ങും പിന്നെ സെൻട്രലായിട്ട് എന്തുകൂടി ഉണ്ടാവും, ഒരു ജനറ്റിക് മെറ്റീരിയലോട് കൂടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വൈറൽ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ വിറിയോൺസ് എന്ന് പറയുക. അപ്പോൾ ഓർത്തിരുന്നോളാം എന്താണ് വിറിയോൺസ് എന്ന്. ഇനി അതിനകത്ത് കണ്ടോ ആൻറ്റിവൈറിൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അതായത് ആൻറ്റിവൈറിൻ എന്ന് പറയുന്നത് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ തന്നെയാണ് ഏതെന്ന് പറയുന്നത് ആൻറ്റിവൈറിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ കേസ് ആൻറ്റിഫെറോൺസ് പ്രൊഡ്യൂസ് ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ, ഈ ആൻറ്റിഫെറോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളായിട്ട് ആരാക്ട് ചെയ്യും, ആൻറ്റിവൈറിൻ ആക്ട് ചെയ്യും. അപ്പോൾ ഓർത്തിരുന്നുള്ള ആൻറ്റിജൻ എന്താണെന്ന് അറിയാം. എനി ഫോറിൻ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഇൻഡ്യൂസ് ഇമ്മ്യൂണിറ്റി ഈസ് കോൾഡ് ആൻറ്റിജൻ. ഏതൊരു ഫോറിൻ സബ്സ്റ്റൻസും അല്ലെങ്കിൽ ഏതൊരു പുറത്തുള്ള വസ്തുക്കളും നമ്മുടെ ബോഡിയിൽ ഒരു പ്രതിരോധ ശേഷി ഉളവാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു പ്രതിരോധ ശേഷി ഉളവാക്കാൻ ഉതകുന്ന ഏതൊരു മോളിക്യൂൾസിനെയും ഏതൊരു ഫോറിൻ സബ്സ്റ്റൻസിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം, ആൻറ്റിജൻ എന്ന് വിളിക്കാം. ഇനി ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മോളിക്യൂൾസിനെ മാത്രമല്ല ആൻറ്റിജൻസ് എന്ന് വിളിക്കുക, അല്ലാതെയുള്ള ആൻറ്റിജൻസും ഉണ്ട് അല്ലേ. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ സർഫസ് ആൻറ്റിജൻസ്, നമ്മുടെ RBCയുടെ ഒക്കെ സർഫസിൽ കാണപ്പെടുന്ന ആൻറ്റിജൻസ് എ ബി എന്ന് പറയുന്ന 2 ആൻറ്റിജൻസ്, അത് വെച്ചിട്ടാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിന് പേര് നൽകുന്നത്. അപ്പോൾ എല്ലാ ആൻറ്റിജൻസും ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്താണ് ആൻറ്റിജൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് തന്നെയാണ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ചീസ് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന അണുജീവി. ഓപ്ഷൻ എ സ്ട്രെപ്റ്റോകോക്കസ്, ഓപ്ഷൻ ബി ലാക്ടോബാസിലസ്, ഓപ്ഷൻ സി ANC, ഓപ്ഷൻ ഡി അസിറ്റോബാക്ടർ. ഇതിനകത്ത് ചീസിൻ്റെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന ഒരു അണുജീവി എന്ന് പറയുന്നത് ഓപ്ഷൻ എയും ബിയുമാണ് അല്ലേ. എന്ന് വെച്ചാൽ അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. സ്ട്രെപ്റ്റോകോക്കസും ലാക്ടോബാസിലസും എന്തിൻ്റെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതാണ്,
ചീസിൻ്റെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ചീസ് ഉൽപ്പാദനം എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ യൂസസ് ഓഫ് മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ ഏരിയ. ഇതിനകത്ത് ആ ഹെഡിങ്ങിന് താഴെ വരുന്നവയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് കുറച്ച് വളരെ പ്രയോജനം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി ആക്ട് അല്ലെങ്കിൽ ഡെയിലി യൂസസിനും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആക്ടിനും അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഒരുപാട് ഉപയോഗത്തിന് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് സഹായകരമാകുന്ന കുറേയധികം മൈക്രോബ്സ് ഉണ്ട്. ആ മൈക്രോബ്സ് എല്ലാം നമുക്ക് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളതാണ്. ഇപ്പോൾ ചീസിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന രണ്ടെണ്ണത്തിന് നമ്മൾ പേര് പറഞ്ഞു, സ്ട്രെപ്റ്റോകോക്കസും ലാക്ടോബാസിലസുമാണ്. അതുപോലെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നതാണ് ബേക്കേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്. ബേക്കറിക്കാരുടെ അല്ലെങ്കിൽ ബേക്കറികളിലൊക്കെ ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഈസ്റ്റ് എന്ന് പറയുന്നത് ബേക്കേഴ്സ് ഈസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. ഏതാണ് ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത്? സക്കാരോമൈസസ് ആണ് കേട്ടോ. ഏതാണ്? സക്കാരോമൈസസ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അത് ചോദിച്ചിട്ടുള്ളതാണ് സക്കാരോമൈസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചീസിനകത്ത് വെറുതെ ജനറൽ ആയിട്ടൊരു ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ. ഈ സിസ് ചീസ് ആണെന്ന് വിചാരിക്കുക. സിസ് ചീസ് ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്ന അണുജീവി ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പേരാണ് പ്രൊപ്പിയോണിയം ബാക്ടീരിയ. ഷെർമാണി എന്ന് വിളിക്കും. അതിൻ്റെ സ്പെല്ലിങ് അറിയില്ലായിരിക്കും നിങ്ങൾക്ക്, ഞാനൊന്ന് എഴുതിയേക്കാം. പ്രൊപ്പിയോണിയം ബാക്ടീരിയം പ്രൊപ്പിയോണിയം ബാക്ടീരിയം ഷെർമാണി എന്നാണ് പറയുക. ഇത് ഓർത്തിരുന്നോണം. സിസ് ചീസ് അതായത് വലിയ ഹോളുള്ള ചീസ്, ആ വലിയ ഹോൾസിന് കാരണമാകുന്ന ബാക്ടീരിയമാണ് ഏതെന്ന് പറയുന്നത്? പ്രൊപ്പിയോണിയം ബാക്ടീരിയം ഷെർമാണി. അതുപോലെ ബേക്കേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഈസ്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ അപ്പമൊക്കെ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈസ്റ്റ്, ആ ഈസ്റ്റിൻ്റെ പേര് നിന്ന സക്കാരോമൈസസ് സെർവീസിയാണ്. രണ്ടും ഓർത്തിരുന്നോണം. അതുപോലെ തന്നെ ഈ ചീസ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന സ്ട്രെപ്റ്റോകോക്കസും ലാക്ടോബാസിലസും മാത്രമല്ല ഉപയോഗിക്കുക, എൻട്രോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയും എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്? ചീസ് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, റൈസോപ്പസ് ലൈംഗിക പ്രത്യുൽപാദന വേളയിൽ ഏതുതരം ഗ്യാമേറ്റുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? റൈസോപ്പസ് ലൈംഗിക പ്രത്യുൽപാദന വേളയിൽ ഏതുതരം ഗ്യാമേറ്റുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഒരു ബ്രെഡ് മോൾഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റൈസോപ്പസ് എന്ന് വിളിക്കുക. ബ്രെഡിലൊക്കെ കാണപ്പെടുന്ന പൂപ്പലാണ് ഈ റൈസോപ്പസ് എന്ന് പറയുന്നത്. ആ റൈസോപ്പസിൻ്റെ റിപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ അവർ ഏത് തരത്തിലുള്ള ഗ്യാമേറ്റുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അനൈസോഗാമേറ്റ്, ഐസോഗാമേറ്റ്, മാക്രോഗാമേറ്റ്, മൈക്രോഗാമേറ്റ്. ഇതിനകത്ത് ഏത് തരത്തിലുള്ള ഗ്യാമേറ്റുകളെയാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഐസോഗ്യാമേറ്റ്സുകളാണ്. എന്ന് വെച്ചാൽ എന്താ? ഐസോ എന്ന വാക്കിന് അർത്ഥം ഐസോ മീൻസ് സെയിം എന്നാണ് അല്ലേ? എന്ന് വെച്ചാൽ ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് അവരുടെ അപ്പിയറൻസിൽ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും, ഒരേ സ്ട്രക്ചറിലുള്ള. അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഫിസിയോളജിക്കലായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ അവരുടെ എക്സ്റ്റേണൽ ഫീച്ചറിൽ അവർ ഒരേപോലെ ഇരിക്കുന്ന ഗ്യാമേറ്റുകളായിരിക്കും. പക്ഷേ സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻറ്റേർണൽ സ്ട്രക്ചറിലും ഫങ്ഷണലും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഒരു അപ്പിയറൻസിൽ അവരെങ്ങനെയായിരിക്കും? ഐസോഗ്യാമേറ്റ്സുകളായിരിക്കും. അതേസമയം ഹ്യൂമൻ ബീങ്സിൽ എടുത്തു കഴിഞ്ഞാലോ നമുക്കറിയാം, നമുക്ക് രണ്ട് ഗ്യാമേറ്റ്സ് ഉണ്ട്, സ്പേമും ഉണ്ട്, ഓവവും ഉണ്ട്. ഇവ രണ്ടും കാഴ്ചയിൽ ഒരുപോലെയാണോ ഇരിക്കുക? അല്ല, രണ്ട് ഡിഫറെൻറ്റ് തരത്തിലാണ് അവരുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഗ്യാമേറ്റ്സുകളെ നമ്മളെന്ന് വിളിക്കും? അനൈസോഗ്യാമേറ്റ്സ് എന്ന് വിളിക്കും. ഈ റൈസോപ്പസിൻ്റെ കേസിലാണെങ്കിൽ രണ്ട് രീതിയിലുള്ള റിപ്രൊഡക്ഷൻ ഉണ്ട്. സ്ലൈമോട്സ് ആണ്, അവർക്ക് രണ്ട് രീതിയിലുള്ള റിപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷൽ റിപ്രൊഡക്ഷനും ഉണ്ട്, എസെക്ഷൽ റിപ്രൊഡക്ഷനും ഉണ്ട്. സെക്ഷൽ റിപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത് ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടും, എസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണെങ്കിലോ സ്പൊറാഞ്ചിയോസ്പോർസ് ഫോം ചെയ്തുകൊണ്ടുള്ള റിപ്രൊഡക്ഷനാണ്. ഈ റൈസോപ്പസ് ഒക്കെ PSC ഒരുപാട് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്ന ആൾക്കാരാണ്. അതുപോലെ ഈ ഐസോഗ്യാമേറ്റ്സിൻ്റെ ഫ്യൂഷന് നമ്മൾ മറ്റൊരു പേരും കൂടെ വിളിക്കും. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഐസോഗമി എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ഐസോഗ്യാമേറ്റ്സിന് എക്സാമ്പിൾ ആയിട്ട് ഐസോഗ്യാമേറ്റ്സ് ഫോം ചെയ്യുന്ന ഒരു ജീവിക്ക് എക്സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുടച്ച് എന്തെഴുതാം? റൈസോപ്പസ് ആണ്. അതൊരു ബ്രെഡ് മോൾഡാണ്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? അവരിൽ രണ്ട് തരത്തിലുള്ള റിപ്രൊഡക്ഷൻ ഉണ്ട്. ഏതെല്ലാമായിരുന്നു? സെക്ഷൽ റിപ്രൊഡക്ഷനോ എസെക്ഷൽ റിപ്രൊഡക്ഷനോ. അതുപോലെ തന്നെ സ്പൈറോഗൈറ, യൂളോത്രിക്സ്, ഇവയിലെല്ലാം എന്ത് തരത്തിലുള്ള ഗ്യാമേറ്റുകളാണ് ഫോം ചെയ്യുക? ഐസോഗ്യാമേറ്റ്സുകളാണ് ഫോം ചെയ്യുക. അനൈസോഗ്യാമേറ്റ്സിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലൈക്കനുകളിൽ സാധാരണയായി കാണപ്പെടുന്ന പായൽ വർഗം. ലൈക്കനുകളിൽ സാധാരണയായി കാണപ്പെടുന്ന പായൽ വർഗം: ചുവപ്പ് ആൽഗ, നീലഹരിത ആൽഗ, ഹരിത ആൽഗ. ഓപ്ഷൻ ഡി, ബി ആൻഡ് സി.
ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ലൈക്കനുകളിൽ സാധാരണ കണ്ടുവരുന്ന ആൽഗ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ആൽഗകളായിരിക്കും? ഹരിത ആൽഗകളായിരിക്കും. ഗ്രീൻ ആൽഗയാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. ഇനി റെഡ് ആൽഗ എവിടെയാണ് കണ്ടുവരിക? ഈ കോറൽ റീഫിലോ അല്ലെങ്കിൽ ടൈഡ് പൂൾസിലൊക്കെയാണ് സാധാരണഗതിയിൽ എന്ത് കണ്ടുവരിക? ചുവപ്പ് ആൽഗ കണ്ടുവരുന്നത്. ഈ ചുവപ്പ് ആൽഗയ്ക്ക് അല്ലെങ്കിൽ ആ ആൽഗയ്ക്ക് ചുവപ്പ് നിറം നൽകുന്ന പിഗ്മെന്റ് ചോദിച്ചിട്ടുള്ളതാണ്. അത് ഫൈക്കോ എറിത്രിൻ ആണ് കേട്ടോ. അപ്പോൾ ഓർത്തിരുന്നോളൂ, ഏതാണ്? ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് എന്തിന് കളർ നൽകുന്നത്? ചുവപ്പ് ആൽഗയ്ക്ക് റെഡ് കളർ നൽകുന്നത്. സാധാരണ അവരെവിടെയാണ് കണ്ടുവരിക? റെഡ് ടൈഡ്സിലും അതുപോലെ തന്നെ കോറൽ റീഫിലൊക്കെയാണ് സാധാരണഗതിയിൽ ആര് കണ്ടുവരുന്നത്? ഈ ചുവപ്പ് ആൽഗെ കണ്ടുവരുന്നത്. ഇനി ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് വെച്ചാൽ നീലഹരിത ആൽഗ എന്ന് വെച്ചാൽ എന്താ? സയനോബാക്ടീരിയാസ് വരുന്ന ഗ്രൂപ്പാണ് ഈ നീലഹരിത ആൽഗ എന്ന് പറയുന്നത്. ഇവർ ശരിക്കും ആൽഗയാണോ? നീലഹരിത അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ അല്ലെങ്കിൽ സയനോബാക്ടീരിയ എന്ന് പറയുന്നത് അവർ ബാക്ടീരിയാസിൽ വരുന്നവരാണ് അല്ലേ? പക്ഷെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് എല്ലാം ആരോട് സെയിം ആയിരിക്കും? പ്ലാന്റ്സിനോട് സെയിം ആയതുകൊണ്ടാണ് അവയെ നമ്മൾ എന്ന് വിളിക്കുന്നത്? നീലഹരിത ആൽഗകൾ എന്ന് പറയുന്നത്. പക്ഷെ അവർ വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതിലാണ് വരിക? ബാക്ടീരിയാസിലാണ് വരിക. ഇനി ലൈക്കനുകൾ, അതാണ് നമ്മൾ ആദ്യം പറയേണ്ടിയിരുന്നത്. എന്താണ് ലൈക്കനുകൾ എന്ന് വെച്ചാലോ? അതൊരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് അല്ലേ? അതായത് കുമിളും അല്ലെങ്കിൽ കുമിൾ ജീവിവർഗവും പായൽ ജീവിവർഗവും ഫംഗസിൻ്റെയും ആൽഗയുടെയും ഒരു സിംബയോട്ടിക് അസോസിയേഷനെയാണ് നമ്മൾ സാധാരണഗതിയിൽ എന്തെന്ന് വിളിക്കുക? ലൈക്കനുകളെന്ന് പറയുക കേട്ടോ. ഓർത്തിരുന്നോണം, ഫംഗസിൻ്റെയും ആൽഗയുടെയും സിംബയോട്ടിക് അസോസിയേഷനെ പറയുന്ന പേരാണെന്ത്? ലൈക്കനുകളെന്ന് പറയുന്നത്. ഇനി അതിനകത്ത് ഏറ്റവും ഡോമിനൻ്റ് പാർട്ട് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഫംഗസ് ആണ്. പ്രത്യേകിച്ചും ആസ്കോമൈസെറ്റ്സ് ആണ് ഇതിനകത്ത് ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട്, ഒരു ലൈക്കനിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഫംഗസ് ആണ്. പക്ഷെ അവയിൽ എന്ത് കൂടി ഉണ്ടാവും? ആൽഗ കൂടി ഉണ്ടാവും. ഈ ഏത് ഫംഗസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് കേസ് ലൈക്കനുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആസ്കോമൈസെറ്റ്സുകൾ തന്നെയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കുമിൾനാശിനിയായ ബോർഡോക് മിശ്രിതത്തിലെ ബോഡോക്സ് എന്തിനെ കുറിക്കുന്നു? രാസവസ്തു, ശാസ്ത്രനാമം, സ്ഥൂലനാമം, ഇതൊന്നുമല്ല. ബോഡോക്സ് മിശ്രിതം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബോഡോക്സ് മിശ്രിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോഡോമിക്സ് എന്ന് നമ്മൾ പറയും. കോപ്പർ സൾഫേറ്റ്, ദെൻ ക്യുക്ലൈം അല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇത്ര എണ്ണത്തിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ബോഡോക്സ് മിശ്രിതം എന്ന് പറയുന്നത്. സാധാരണ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? ഒരു ഗാർഡനുകളിലോ അല്ലെങ്കിൽ ഫ്രൂട്ട് ഫാമുകളിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതൊരു കുമിൾനാശിനിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് ബോഡോക്സ് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു സ്ഥൂലനാമത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ? അത് എവിടെയാണോ ഫോം ചെയ്തത്, ബോഡോക്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഫോം ചെയ്തത്. എവിടെയാണ് ആ സ്ഥലം എന്ന് വെച്ചാൽ അത് ഫ്രാൻസിലാണ് ഈ സ്ഥലം. ബോഡോ എന്ന് പറയുന്ന ബോഡോക്സ് റീജിയൻ ആണ്. ഫ്രാൻസിലെ ബോഡോക്സ് റീജിയനിലാണ് എന്ത് ഫോം ചെയ്തത് അല്ലെങ്കിൽ എന്തിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഈ ബോഡോക്സ് മിശ്രിതത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തിൻ്റെ എല്ലാം മിക്സ്ചറാണ്? കോപ്പർ സൾഫേറ്റ്, ദെൻ ക്വിക്ലൈം അല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇത്ര എണ്ണത്തിൻ്റെ മിക്സറിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ഈ ബോഡോക്സ് മിക്സ്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തിന് എഗൈൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ ബോഡോക്സ് മിശ്രിതം ഉപയോഗിക്കുക? ഡോണി മിൽഡോ എന്ന് പറയുന്ന രോഗത്തിനെതിരെയാണ്. എന്തിനു എഗൈൻസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുക? ഡോണി മിൽഡോ എന്ന് പറയുന്ന രോഗത്തിന് എഗൈൻസ്റ്റ് ആയിട്ടാണ് സാധാരണഗതിയിൽ നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് ഇലകളിൽ കണ്ടുവരുന്ന യെല്ലോ കളറേഷനെയാണ് നമ്മൾ ഈ എന്തെന്ന് വിളിക്കുക? ഡോണി മിൽഡോ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത് കോസ് ചെയ്യുന്ന ജീവി എന്ന് പറയുന്നത് ഓമിസൈഡ്സ് ആണ്. ഓമിസൈഡ്സ് കോസ് ചെയ്യുന്ന ഡോണി മിൽഡോയ്ക്ക് എഗൈൻസ്റ്റ് ആയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? ഈ ബോഡോക്സ് മിശ്രിതത്തിലെ ബോഡോക്സ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സസ്യങ്ങളിൽ അണുബാധ മൂലം പ്രതിരോധത്തിനായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഘടകമാണ്. സസ്യങ്ങളിൽ അണുബാധ മൂലം പ്രതിരോധത്തിനായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഘടകങ്ങളാണ് ഫൈറ്റോറ്റോറിയം, ഫൈറ്റോ അലക്സിൻ, ഫൈറ്റോ കെമിക്കൽസ്, ഫൈറ്റോറ്റോറിൻ. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഫൈറ്റോ അലക്സിൻ ആണ്
കേട്ടോ. ഫൈറ്റോ അലക്സിൻ ആണ് സാധാരണഗതിയിൽ എന്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? അണുബാധയെ പ്രതിരോധിക്കാൻ വേണ്ടി സസ്യങ്ങളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഘടകങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫൈറ്റോ അലക്സിൻ എന്ന് വിളിക്കും. അത് എന്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ തടയുമെന്ന് വെച്ചാൽ ഫംഗസ് ബാധയിൽ നിന്നും ആരെ രക്ഷിക്കും? ഈ സസ്യങ്ങളെ രക്ഷിക്കും. ഇനി ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇത് ഒരു സസ്യങ്ങളിൽ ഓൾറെഡി നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കലാണ് ഏതെന്ന് പറയുന്നത്? ഫൈറ്റോ അലക്സിൻ എന്ന് പറയുന്നത്. കെമിക്കൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രോട്ടീൻ എന്നേ പറയാൻ പറ്റൂ. ഫൈറ്റോ അലക്സിൻ എന്ന് പറയുന്നത് ഇത് ബോഡിയിലുണ്ടെങ്കിലും അവർ എപ്പോൾ മാത്രമേ ആക്ടിവേറ്റ് ആവുകയുള്ളൂ? എപ്പോഴാണോ ഒരു പാരസൈറ്റ് അറ്റാക്ക് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യാം? ഇത് ആക്ടിവേറ്റ് ആകുന്നത്. ഇനി ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട് അല്ലേ? പ്ലാന്റ് ബേസ്ഡ് ബയോകെമിക്കൽ കോമ്പൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ് ഫോർ ദെയർ പ്രൊട്ടക്ഷൻ. ഇതും ആര് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? പ്ലാന്റ്സ് തന്നെ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നവയാണ്. അതിന് എക്സാമ്പിൾസ് ആണ് ബീറ്റ കരോട്ടിൻ, അതുപോലെ തന്നെ അതായത് ഓറഞ്ച് ഗ്രീൻ കളറേഷൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റ കരോട്ടിൻ എന്തിന് എക്സാമ്പിളായിട്ട് വരും? ഫൈറ്റോ കെമിക്കൽസിന് എക്സാമ്പിളായിട്ട് വരുന്നവയാണ്. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരുന്നുള്ള ഫൈറ്റോ അലക്സിൻ എന്ന് പറയുന്നത് രോഗപ്രതിരോധത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നതാ? സസ്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നവ തന്നെയാണ് കേട്ടോ. അടുത്തത്, ബ്രയോഫൈറ്റുകളെ സസ്യലോകത്തിലെ ഉഭയജീവികൾ എന്ന് വിളിക്കാനുള്ള കാരണം. ഓപ്ഷൻ എ വെള്ളത്തിലും കരയിലും കാണപ്പെടുന്നത് കൊണ്ട്, ഓപ്ഷൻ ബി ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്നത് കൊണ്ട്, ഓപ്ഷൻ സി ലൈംഗിക ജീവിതചക്രം പൂർത്തിയാക്കുവാൻ ജലം ആവശ്യമുള്ളതിനാൽ, ഓപ്ഷൻ ഡി കരയിൽ ജീവിക്കുവാൻ ആദ്യമായി അനുകൂലനങ്ങൾ രൂപപ്പെട്ടതിനാൽ. ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അതായത് ഇവയുടെ ലൈംഗിക ജീവിത ചക്രം പൂർത്തിയാക്കാനായിട്ട് ഇവയ്ക്ക് എന്താവശ്യമുണ്ട്? ജലം ആവശ്യമുള്ളത് കൊണ്ടാണ്. ഇനി എന്തുകൊണ്ടാണ് ഇവർ പ്ലാന്റ് കിങ്ഡത്തിലെ ആംബിബിയൻസ് എന്നറിയപ്പെടുന്നത് ആര് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും എന്താണ് ആൻസർ വരിക? ബ്രയോഫൈറ്റ്സുകളാണ് വരിക. പക്ഷെ ഇവർക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് സൈലോം ഫ്ലോയോ ഉണ്ടോ? ഇല്ല. സൈലോം ഫ്ലോയോ ഒന്നും ഇല്ലാത്ത ജീവികൾ കൂടി ഇല്ലെങ്കിൽ ഇല്ലാത്ത പ്ലാന്റ് ഫൈലം ആണ് ഏതെന്ന് പറയുന്നത് ബ്രയോ ഫൈറ്റ്സുകൾ എന്ന് വെച്ചാൽ. അവ എന്തുകൊണ്ടാണ് ഉഭയജീവികൾ എന്ന് വിളിക്കാനുള്ള കാരണം അവരുടെ ഒരു സെക്ഷൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് എന്തുകൂടി ആവശ്യമുണ്ട്? ജലം കൂടി ആവശ്യമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്യൂണറയിൽ ആസ്യരന്ധ്രങ്ങൾ സ്റ്റൊമേറ്റ കാണപ്പെടുന്നത് ഇലയിൽ, തണ്ടിൽ, ക്യാപ്സ്യൂളിൽ, ദെൻ ഓപ്ഷൻ ഡി എ ആൻഡ് ബി. എന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സിയിലാണ്. ഫ്യൂണറയിലിൽ ആസ്യരന്ധ്രങ്ങൾ കാണപ്പെടുന്നത് എവിടെയായിട്ടാണ്? അവൻ്റെ ക്യാപ്സ്യൂളിലാണ് കാണപ്പെടുന്നത്. എന്താണ് സ്റ്റൊമേറ്റ എന്നറിയാം അല്ലേ? ചെറിയ ചെറിയ പോഴ്സുകളാണ്. അതായത് ലീഫിൻ്റെ സർഫസിൽ കാണപ്പെടുന്ന ചെറിയ പോഴ്സിനെയാണ് നമ്മളെന്ന് വിളിക്കുക? സ്റ്റൊമേറ്റ എന്ന് വിളിക്കുക. സാധാരണഗതിയിൽ അത് അണ്ടർ സർഫസിലായിരിക്കും സ്റ്റൊമേറ്റ കണ്ടുവരുന്നത്. അവയെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന പ്രൊട്ടക്റ്റീവ് സെൽസിനെ എന്തെന്ന് വിളിക്കാം? ഗാർഡ് സെല്ലുകൾ എന്ന് വിളിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെലാജിനെല്ലയുടെ ഭ്രൂണത്തിൽ എത്ര ബീജപത്രങ്ങളുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. സെലാജിനെല്ലയുടെ ഭ്രൂണത്തിൽ എത്ര ബീജപത്രങ്ങളുണ്ട്? 1, 2, ഓപ്ഷൻ സി 2ൽ കൂടുതൽ, ഓപ്ഷൻ ഡി ഇല്ല. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 ആണ്. 2 ബീജപത്രങ്ങളാണ് ഒരു സെലാജിനെല്ലയിലെ ബീജപത്രങ്ങളിൽ അല്ലെങ്കിൽ ഭ്രൂണത്തിൽ കാണാം. ഒരു ഭ്രൂണത്തിൽ സെലാജിനെല്ലയുടെ ഭ്രൂണത്തിൽ 2 ബീജപത്രങ്ങളാണ് ഉണ്ടാവാറ്. അടുത്ത ക്വസ്റ്റ്യൻ, ആക്ടിനോസ്റ്റീൽ എന്തിൻ്റെ പരിണാമമാണ്? സോളിനോസ്റ്റീൽ, ഡിക്റ്റിയോസ്റ്റീൽ, പ്രോട്ടോസ്റ്റീൽ, സൈഫോണോസ്റ്റീൽ. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രോട്ടോസ്റ്റീലാണ്. അപ്പോൾ സ്റ്റീൽ എന്ന് വെച്ചാൽ എന്താണെന്നറിയാം? ഇതൊരു ഒരു സ്റ്റെമ്മിൻ്റെയോ അല്ലെങ്കിൽ റൂട്ടിൻ്റെയോ സെൻട്രൽ പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്റ്റീൽ എന്ന് പറയുന്നത്. ഇനി അത് പ്രോട്ടോസ്റ്റീൽ, അതായത് ആക്ടിനോസ്റ്റീലിൻ്റെ പരിണാമം എന്തിൻ്റെ പരിണാമം എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രോട്ടോസ്റ്റീലാണ് കറക്റ്റ് ആൻസർ. ഇനി എന്താണ് പ്രോട്ടോസ്റ്റീൽ എന്ന് വെച്ചാൽ സൈലമായിരിക്കും അതിൻ്റെ ഒരു സെൻട്രൽ കോറ് വരിക. അതിനെ സറൗണ്ട് ചെയ്തിട്ടായിരിക്കും എന്ത് കാണപ്പെടുക? ഒരു ക്ലസ്റ്റർ ഓഫ് ഫ്ലോയം കണ്ടുവരിക. അങ്ങനെ ഒരു ക്ലസ്റ്റർ ഓഫ് ഫ്ലോയത്താൽ ചുറ്റപ്പെട്ട് ഒരു സെൻട്രലൈസ്ഡ് സൈലം കാണപ്പെടുന്ന സ്റ്റീലിക് കണ്ടീഷനെയാണ് നമ്മളെന്ന് വിളിക്കുക? പ്രോട്ടോസ്റ്റീൽ എന്ന് പറയാം. പലതരത്തിലുള്ള പ്രോട്ടോസ്റ്റീലുണ്ട്. ഹാപ്ലോസ്റ്റീലുണ്ട്, ആക്ടിനോസ്റ്റീലുണ്ട്, പ്ലിക്കോസ്റ്റീലുണ്ട്. ഏത് തരത്തിലാണ് അവയുടെ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ്സ്? ഒരു സ്റ്റാർ ഷേപ്പ്ഡ് ആണോ, സെൻട്രൽ സർക്കുലർ സൈം ആണോ, ഇല്ലെങ്കിൽ പല ബാരലർ ഷീറ്റുകളായിട്ടാണോ ഇവ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? എന്തിൻ്റെ എല്ലാം ബേസിസിലാണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്.
അപ്പോൾ ഓർത്തിരുന്നുള്ള ആക്ടിനോസ്റ്റീൽ എന്ന് പറയുന്നത് സൈലം ഫ്ലോയം അറേഞ്ച്മെൻറ്റ്സ് വെച്ചിട്ടാണ് കേട്ടോ. അതിനെ നമ്മളെന്ന് വിളിക്കും. ഇല്ലെങ്കിൽ ആക്ടിനോസ്റ്റീൽ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള പരിണാമമാണ്? പ്രോട്ടോസ്റ്റീലിൻ്റെ പരിണാമത്തെയാണ് നമ്മളെന്ന് വിളിക്കുക ആക്ടിനോസ്റ്റീൽ എന്ന് വിളിക്കുക. പ്രോട്ടോസ്റ്റീലിൽ സൈലം എവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അത് സെൻട്രൽ കോറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. എന്നിട്ട് അതിൻ്റെ ചുറ്റിനും എന്ത് ചെയ്യും? നമ്മളൊരു ബണ്ടിൽ ഇല്ലെങ്കിൽ പല പല ഫ്ലോയത്തിൻ്റെ ഒരു ബണ്ടിൽ പോലെ അല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് ഫ്ലോയത്തിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. 31 സാഗോപാം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഈന്ത്, ഓപ്ഷൻ ബി കരിമ്പന, ഓപ്ഷൻ സി ചൂണ്ടപ്പന, ഓപ്ഷൻ ഡി ഈന്തപ്പന. സാഗോപാം എന്നറിയപ്പെടുന്നത് അലങ്കാരപ്പനയാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളതിനെ ഓപ്ഷൻ എ ഈന്തെന്ന് വിളിക്കും. അലങ്കാരപ്പന എന്നാണ് സാധാരണഗതിയിൽ നാട്ടുമ്പുറത്തൊക്കെ ഇതറിയപ്പെടുക. ഓപ്ഷൻ എ ഈന്താണ്. പണ്ട് കാലങ്ങളിൽ കല്യാണത്തിൻ്റെ ഒക്കെ സമയങ്ങളിൽ വീടുകളിൽ അല്ലെങ്കിൽ ആ കല്യാണ പന്തൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഇതിൽ എന്ത് ഉപയോഗിച്ചിരുന്നത് വെച്ചത്? ഈന്ത് എന്ന് പറയുന്ന ചെടി ഉപയോഗിച്ചിരുന്നത് വെച്ചത്. അല്ലെങ്കിൽ സാഗോ പേൾസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ചെടിയാണ് ഏത്? ഈ അലങ്കാര പന എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നഗ്ന ബീജ സസ്യങ്ങളിലെ ഫ്ലോയം സപുഷ്പികളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. നഗ്ന ബീജ സസ്യങ്ങളിലെ ഫ്ലോയം സപുഷ്പികളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് സീവ് ട്യൂബ് കോശങ്ങളുടെ അഭാവം, സ്ക്ലീറൻകൈമ കോശങ്ങളുടെ അഭാവം, പാരങ്കൈമ കോശങ്ങളുടെ അഭാവം, അടുത്തത് കമ്പാനിയൻ സെൽസിൻ്റെ അഭാവം. അതിൻ്റെ കറക്റ്റ് ആൻസർ നഗ്നബീജ സസ്യങ്ങളിൽ എന്തുണ്ടാവില്ല? കമ്പാനിയൻ സെൽസ് ആബ്സെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കമ്പാനിയൻ സെൽ കോശങ്ങളുടെ അഭാവമാണ് മറ്റുള്ള സപുഷ്പികളിൽ നിന്നും നഗ്നബീജ സസ്യങ്ങളുടെ ഫ്ലോയത്തിനെ വ്യത്യസ്തമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സസ്യലോകത്തിൽ ജീവിക്കുന്ന ഫോസിലുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എണ്ണത്തിൽ വളരെ കുറവായത്, വംശനാശം നേരിടുന്നത്, കാലാനുസൃത പരിണാമത്തിന് വിധേയമാകാത്തത്. ഓപ്ഷൻ എ ആൻഡ് ബി. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കാലാനുസൃത പരിണാമത്തിന് വിധേയമാകാത്ത ജീവികളെയാണ് നമ്മൾ സസ്യലോകത്തെ എന്തെന്ന് വിളിക്കുന്നത്? ജീവിക്കുന്ന ഫോസിലുകൾ എന്ന് പറയുന്നത്. ജീവിക്കുന്ന ഫോസിലുകൾ അല്ലെങ്കിൽ ഒരു എവല്യൂഷണറി ചേഞ്ചസിനൊന്നും വിധേയമാകാത്ത സസ്യങ്ങളെയാണ് നമ്മൾ ജീവിക്കുന്ന ഫോസിലുകൾ എന്ന് പറയുന്നത്. അതിനൊരു ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ജിങ്കോ ബൈലോബയാണ്. ജിങ്കോ ബൈലോബയാണ് എന്തിന് എക്സാമ്പിള്? ഒരു ജീവിക്കുന്ന ഫോസിലുകൾക്ക് എക്സാമ്പിളായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമുഖത്ത് ഇന്ന് ലഭ്യമായിട്ടുള്ള ഫോസിലുകളിൽ കൂടുതൽ എണ്ണം ഏത് വിഭാഗത്തിൽപ്പെടുന്നവയാണ്? ഭൂമുഖത്ത് ഇന്ന് ലഭ്യമാക്കുന്ന സസ്യ ഫോസിലുകളിൽ അല്ലെ, ഫോസിൽസ് എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഇവിടെ ജീവിച്ചിരുന്ന വെച്ചുള്ള പ്ലാന്റ്സിൻ്റെയോ ആനിമൽസിൻ്റെയോ റിമൈൻസിനെയാണ് നമ്മളതെന്ന് വിളിക്കുക ഫോസിലുകൾ എന്ന് വിളിക്കുന്നത്. ഇന്ന് നമുക്ക് ലഭിക്കുന്ന സസ്യ ഫോസിലുകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് പെട്രിഫൈഡ്, ഓപ്ഷൻ ബി മോൾഡ്, ഇംപ്രഷൻ, ഓപ്ഷൻ ഡി കാസ്റ്റ്. ഇതിനകത്ത് സസ്യ ഫോസിലുകൾ കൂടുതലും എന്തിൽ വരുന്നവയായിരിക്കും? ഇംപ്രഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നവയായിരിക്കും. ഇംപ്രഷനിലാണ് വരിക. അതായത് ഇതിനകത്ത് ഓർഗാനിക് മാറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കിട്ടുന്ന ഫോസിലിനകത്ത് എന്തുണ്ടാവില്ല? ഓർഗാനിക് മാറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഫുട് പ്രിൻറ്റ്സോ എക്സെല്ലോ അങ്ങനെയൊക്കെ മാത്രമാണ് സാധാരണ ഇതിൽ എന്തിൽ നിന്ന് കിട്ടുക? ഒരു ഇംപ്രഷൻ ഫോസിലുകളിൽ നിന്നും നമുക്ക് കിട്ടുക. ഇനി പെട്രിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. എന്താണെന്നറിയാമോ? അതിനകത്തുള്ള ഓർഗാനിക് മാറ്റർ കംപ്ലീറ്റ് ആയിട്ടും എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യും? മിനറൽ പാർട്ടിക്കിൾസ് കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഫോസിൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പെട്രിഫിക്കേഷൻ പെട്രിഫൈഡ് ഫോസിൽസ് എന്ന് വിളിക്കുക. അതേസമയം മോൾഡ് എന്ന് വെച്ചാൽ ഫോസിലൈസ്ഡ് ഇംപ്രിൻറ്റ് ഇൻ കോൾഡ്. അതായത് ഇംപ്രിൻറ്റ് ചെയ്യപ്പെട്ട ഫോസിൽസിനെയാണ് നമ്മളെന്ന് വിളിക്കുക മോൾഡ് എന്ന് പറയുന്നത്. അതായത് ഒരു 3 ഡയമെൻഷണൽ റിമൈൻസ് അല്ലെങ്കിൽ ഒരു ജീവിയുടെയോ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെയോ ഒരു 3 ഡയമെൻഷണൽ വ്യൂസ് നൽകാനായിട്ട് നമ്മളെ ആര് സഹായിക്കും? ഈ മോൾഡും കാസ്റ്റും എല്ലാം സഹായിക്കും. കാസ്റ്റും അതുപോലെ തന്നെയാണ് ഡയമെൻഷണൽ റിമൈൻസ് ആണ് നൽകുന്നത്. ഈ പറഞ്ഞിരിക്കുന്നവയെല്ലാം ഇപ്പോൾ പെട്രിഫൈഡ് ആയാലും മോൾഡ് ആയാലും ഇംപ്രഷൻ ആയാലും കാസ്റ്റ് ആയാലും ഇവയെല്ലാം പലതരത്തിലുള്ള ഫോസിൽസ് നമുക്ക് നൽകാനായിട്ട് സഹായിക്കുന്നവയാണ്. ഇതിനകത്ത് ഇംപ്രഷൻ എന്ന് വെച്ചാൽ ആ ലീഫ് അതിനകത്തൊരു ഓർഗാനിക് മാറ്റർ ഒന്നും ഒട്ടുമുണ്ടാകാതെ
ഉള്ള തരത്തിലുള്ള ഫോസിലുകളാണ്, പ്ലാന്റ് ഫോസിലിനെയാണ് നമ്മൾ നിന്ന് വിളിക്കുക ഇംപ്രഷൻ എന്ന്. അതേസമയം അതിനകത്തുള്ള ഓർഗാനിക് മാറ്റർ എല്ലാം മാറി പകരം അവിടെ മിനറൽ മാറ്റർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മിനറൽ മാറ്ററിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് നമ്മൾ എന്തിനെ റെക്കഗ്നൈസ് ചെയ്യുക, പണ്ട് ഇത് ഇവിടെ ഉണ്ടായിരുന്നില്ല, പണ്ട് കാലങ്ങളിൽ ഇതുപോലെയുള്ള ജീവികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്, അതിനെ പെട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കുക്കർബിറ്റേസി സസ്യകുടുംബത്തിലെ കേസരങ്ങൾ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? സിഞ്ചിനീഷ്യസ്, സൈനാൻഡ്രസ്, മൊണാഡാൽഫസ്, പോളിയാഡാൽഫസ്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സിനാൻഡ്രസ് വിഭാഗത്തിലാണ്. ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് കറക്റ്റ്. കുക്കർബിറ്റേസി എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് വരിക? സിനാൻഡ്രസ് വിഭാഗത്തിലാണ് വരുന്നത്. അതിനകത്ത് കുക്കർബിറ്റേസി എന്ന് വെച്ചാൽ കുക്കുംബർ, അതുപോലെ പംകിൻ, വാട്ടർമെലൺ ഇവയെല്ലാമാണ് കുക്കർബിറ്റേസി എന്ന് പറയുന്നത്. ഇവരെല്ലാം വരുന്ന ആ സസ്യകുടുംബത്തിലെ പറയുന്ന പേരാണെന്ത്? സൈനാൻഡ്രസ് എന്ന് പറയുന്നത്. ഇനി സിഞ്ചനീഷ്യസ് ഉണ്ട്. ഇതിനകത്ത് സാധാരണഗതിയിൽ ഇവരുടെ ആന്തർ, അതായത് അവരുടെ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ആന്തർ എന്ന് പറയുന്ന ഫ്യൂസും മറ്റേ ഫിലമെൻറ്റസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എങ്ങനെയായിരിക്കും? ഈ സിനാൻഡ്രസ് അല്ലെങ്കിൽ സിഞ്ചനീഷ്യസ് എന്നൊക്കെ പറയുന്നത് സ്റ്റേമെൻസിൻ്റെ ഷേപ്പ് വെച്ചിട്ടാണ്. ചില സ്റ്റേമെൻസിലാണെങ്കിൽ ഫിലമെൻ്റ് ഉണ്ടാവും, ചില സ്റ്റേമെൻസിലാണ് സ്റ്റേമെൻസ് എന്ന് പറയുന്നത് ആന്തറും അതുപോലെ തന്നെ ഫിലമെൻറ്റും കൂടി ചേരുമ്പോഴാണ് നമ്മളിന്ന് വിളിക്കുക സ്റ്റേമെൻസ് എന്ന് പറയുക. ആ സ്റ്റേമെൻസിനകത്ത് ഈ ആന്തർ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഫിലമെൻ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ ബേസിസിലാണ് നമ്മളവയെ പലതായിട്ട് സിനാൻഡ്രസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഫോം ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റേമെൻസിനകത്ത് ഫിലമെൻറ്റും ആന്തറും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ആന്തറും ഫിലമെൻസും സ്റ്റേമെൻസ് യുണൈറ്റ് ചെയ്തും അല്ലെങ്കിൽ അവരുടെ ഫിലമെൻറ്റസും ആന്തറും ഒരുമിച്ച് അല്ലെങ്കിൽ ഒന്നിച്ച് കാണപ്പെടുന്ന കണ്ടീഷനെയാണ് നമ്മളെന്ന് വിളിക്കുക. ഒരു ഫ്യൂസ് ചെയ്ത പോലെയുള്ള കണ്ടീഷനെയാണ് നമ്മളെന്ന് വിളിക്കുക സിനാൻഡ്രസ് എന്ന് പറയാം. ഇനി സിഞ്ചനീഷ്യ കണ്ടീഷൻ ഉണ്ട്. അവിടെ ആന്തർ മാത്രം ഫ്യൂസ് ചെയ്തും ഫിലമെൻറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഫ്രീ ആയിട്ടുള്ള കണ്ടീഷനാണ്. പിന്നെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന മറ്റൊരു ഓപ്ഷൻ കണ്ടോ, മോണാഡൽഫസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സ്റ്റേമെൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരൊറ്റ ബണ്ടിലായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചൈന റോസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്റ്റേമെൻസ് എല്ലാം എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്തിട്ട് ഒരൊറ്റ ബണ്ടിലായിട്ടായിരിക്കും കാണപ്പെടുക. അങ്ങനെയുള്ളതിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് മോണാഡൽഫസ് എന്ന് പറയുന്നത്. അടുത്ത കണ്ടീഷൻ, അതായത് അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ബണ്ടിലുകളായിട്ടായിരിക്കും, പക്ഷെ 2 ബണ്ടിലുകളായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ നമ്മൾ അവയെ എന്തെന്ന് വിളിക്കും? ഡൈഅഡാൽഫസ് എന്ന് വിളിക്കും. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് പീ പ്ലാന്റ് ആണ്. പീ പ്ലാന്റിൽ സാധാരണഗതിയിൽ എന്ത് കണ്ടീഷനാണ് കണ്ടുവരിക? ഡൈഅഡാൽഫസ്. ഇന്ന് ഈ പ്രാവശ്യം ഇതൊക്കെ ചോദിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡൈഅഡാൽഫസോ പോളിഅഡാൽഫസോ മോണോഅഡാൽഫസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. കേട്ടോ പറഞ്ഞത്? അപ്പോൾ ഓർത്തിരുന്നുള്ള കുക്കർബിറ്റേസി എന്ന് പറയുന്ന സസ്യകുടുംബങ്ങളിൽ കേസരങ്ങൾ എന്ന് പറയുന്നത് ഏത് ഷേപ്പിലായിരിക്കും കാണപ്പെടുക, അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലായിരിക്കും? സൈനാൻഡ്രസ് എന്ന് പറയുന്ന കണ്ടീഷനായിരിക്കും. അതേസമയം പീ പ്ലാന്റിൽ സ്റ്റേമെൻറ്റ്സ് എന്ന് പറയുന്നത് 2 ഗ്രൂപ്പുകളായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ളവയെ നമ്മളെന്ന് വിളിക്കും? ഡൈഅഡാൽഫസ് എന്ന് വിളിക്കും. ഇനി അടുത്ത ഒരെണ്ണം കണ്ടോ, പോളിഅഡാൽഫസ് എന്ന് വെച്ചാൽ 1 2 അതിലധികമോ ബണ്ടിൽസ് ആയിട്ടായിരിക്കും എന്ത് കണ്ടുവരുന്നത്? സ്റ്റേമെൻറ്റ്സ് കേസരങ്ങൾ കണ്ടുവരുന്നതെങ്കിൽ അങ്ങനെയുള്ളവയാണ് നമ്മളെന്ന് വിളിക്കുക പോളിഅഡാൽഫസ് എന്ന് പറയുന്നത്. അതിനൊരു ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് സിട്രസ് ആണ്.